Module 4. Define interest group and give examples. ആധുനിക രാഷ്ട്രീയ വ്യവസ്ഥയിൽ താൽപര്യ ഗ്രൂപ്പുകൾ വളരെ ഊർജ്ജസ്വലരായി പ്രവർത്തിക്കുന്നു. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ താൽപര്യ ഗ്രൂപ്പുകളുടെ പ്രസക്തി വർദ്ധിച്ചു. നിലവിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് പിന്തുണ ലഭിക്കാൻ രാഷ്ട്രീയ പാർട്ടിക്കും ഈ ഗ്രൂപ്പ് ആവശ്യമായി വരുന്നു. പ്രത്യേക താൽപര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട ഗ്രൂപ്പുകളാണ് താൽപര്യ ഗ്രൂപ്പുകൾ. 1. Institutional Interest Group. 2. Economic Interest Group. 3. Associational Interest Group. 2. Prepare a short note on role of religion in Indian politics. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതത്തിന് വലിയ സ്വാധീനമുണ്ട്. രാഷ്ട്രീയക്കാർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മതത്തെ ഉപയോഗിക്കുന്നു. മതത്തിന്റെയും ട്രസ്റ്റിന്റെയും പേരിലാണ് രാഷ്ട്രീയക്കാർ കള്ളപ്പണം ഒളിപ്പിക്കുന്നത്. രാഷ്ട്രീയത്തിൽ വിജയം നേടാൻ രാഷ്ട്രീയക്കാർ മതത്തെ ഉപയോഗിക്കുന്നു. 1990 മുതൽ ഇന്ത്യൻ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും ഒരു വെല്ലുവിളിയായി മതവും വർഗീയതയും മാറിക്കഴിഞ്ഞു. മഹാത്മാഗാന്ധി വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ സാഹോദര്യം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. നെഹ്റു അതിനെ പിന്തുണച്ചു. നിലവിൽ ഇന്ത്യ നേരിടുന്ന പ്രധാന ഭീഷണികളിൽ ഒന്ന് വർഗീയതയാണ്. അത് അന്യമതസ്ഥരെ ആക്രമിക്കാൻ കാരണമാകുന്നു. ഇന്ത്യയെപ്പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് പോലും വർഗീയത രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. 3. Explain how social life is politics with proper examples. സാമൂഹ്യ ജീവിതത്തിന്റെ രാഷ്ട്രീയവൽക്കരണം എന്നാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും രാഷ്ട്രീയത്തിന് മുൻതൂക്കം ലഭിക്കുക എന്നതാണ്. ഇക്കാലത്ത് രാഷ്ട്രീയക്കാർ ഭരണത്തിൽ ഇടപെടുകയും അവർക്കും അവരുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നേട്ടമുണ്ടാകാൻ ഭരണത്തിൽ സ്വാധീനം ചെലുത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ സമസ്ത മേഖലകളിലും രാഷ്ട്രീയ സ്വാധീനം ചെലുത്തുന്നതിനാൽ പ്രബല രാഷ്ട്രീയ പാർട്ടികളെ പിന്തുണയ്ക്കാൻ ജനങ്ങൾ നിർബന്ധിതരാകുന്നു. സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കണം. 1. സമൂഹത്തിൽ ശരിയായി ജീവിക്കാൻ ജനങ്ങൾ ഭരണകക്ഷിക്ക് പിന്തുണ കാണിക്കുന്നു. പാർട്ടിയോട് വിശ്വാസതരായിരിക്കണം എന്ന് അധികാരമുള്ള പാർട്ടി ആവശ്യപ്പെടുന്നു. 2. മറ്റു രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കുന്നതുകൊണ്ട് സമൂഹത്തിൽ ശരിയായ രീതിയിൽ ജീവിക്കാൻ ഭരിക്കുന്ന പാർട്ടിക്ക് ജനങ്ങൾ തങ്ങളുടെ പിന്തുണ പരസ്യമായി ഉറപ്പിക്കേണ്ടതില്ല. പരോക്ഷമായ പിന്തുണ നൽകിയും ഭരിക്കുന്ന പാർട്ടിയിൽ നിന്നും കാര്യങ്ങൾ നേടിയെടുക്കുന്നവർ ഉണ്ട്. 4. Examine the role of language in Indian politics. ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് കടുത്ത വെല്ലുവിളിയാണ് ഭാഷാപരമായ പ്രശ്നങ്ങൾ. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്നുമുതൽ ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യം ഉയർന്നുവന്നു. സ്വാതന്ത്ര്യത്തിനു ശേഷം ഭാഷ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യം ഏറ്റവും ശക്തിപ്പെട്ടത് ആന്ധ്രയിൽ ആയിരുന്നു. 1952 പോറ്റി ശ്രീരാമലുവിന്റെ നിരാഹാര സമരത്തിൽ മരണമടഞ്ഞതിനെ തുടർന്ന് പ്രക്ഷോഭം ശക്തമായി. തുടർന്ന് 1953 ഇന്ത്യയിലെ ആദ്യ ഭാഷ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനമായി ആന്ധ്ര രൂപം കൊണ്ടു. 1954 ഗവൺമെന്റ് ഭാഷ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളെ പുനഃസൃഷ്ടിക്കാൻ ഫസൽ അലിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പുനർസംഘടന കമ്മീഷൻ രൂപീകരിച്ചു. 1956 ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. എന്നാൽ ഭാഷാപരമായ പ്രശ്നങ്ങൾ അവസാനിച്ചിരുന്നില്ല. ഭാഷാപരമായ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കത്തിലേക്ക് ഇത് നയിച്ചു. 5. What is pressure groups? സ്വന്തം താൽപര്യം സംരക്ഷിക്കാനായി രാഷ്ട്രീയ പാർട്ടികളുടെ മേലും ഗവൺമെന്റിന്റെ മേലും സമ്മർദ്ദം ചെലുത്തുന്ന ഗ്രൂപ്പുകളാണ് സമ്മർദ്ദ ഗ്രൂപ്പുകൾ. പൊതുനയത്തെ സ്വാധീനിച്ച് ചില പ്രത്യേക താൽപര്യങ്ങൾ സംരക്ഷിക്കാനായി പ്രവർത്തിക്കുന്ന താൽപര്യ ഗ്രൂപ്പുകളാണിത്. ഇത്തരം ഗ്രൂപ്പുകൾ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമില്ല. പക്ഷേ ഇത്തരം ഗ്രൂപ്പുകൾ പരോക്ഷമായി രാഷ്ട്രീയത്തിൽ ഇടപഴകുകയും രാഷ്ട്രീയ തീരുമാനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. പൊതുവായ താൽപര്യമുള്ള ജനങ്ങളുടെ സംഘടനകൾ അസോസിയേഷനുകളോ ആണ് സമ്മർദ്ദ ഗ്രൂപ്പുകൾ. 6. Explain the politics of ethnicity. വ്യത്യസ്ത ഭൂപ്രദേശങ്ങളും വ്യത്യസ്ത വംശങ്ങളും സംസ്കാരങ്ങളും ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രത്യേകതയാണ്. ഈ വൈവിധ്യങ്ങൾ ഇന്ത്യയിൽ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നു. ഇന്ത്യൻ ഫെഡറലിസം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നാണ് വംശീയതയും പ്രാദേശികവാദവും. സ്വന്തം പ്രദേശത്തുള്ള അമിതമായ സ്നേഹവും മറ്റു പ്രദേശങ്ങളോട് വെറുപ്പാകുമ്പോൾ അതിനെ പ്രാദേശികവാദം എന്ന് വിളിക്കുന്നു. ഭാഷ, സംസ്കാരം, വികസന മുരടിപ്പ്, മതം, ഗോത്രസ്വത്വം എന്നിവയെല്ലാമാണ് ഇതിന് കാരണം. ഇന്ത്യയിൽ ഭാഷ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ ഇതിന് നല്ല ഉദാഹരണമാണ്.
7. Explain the role of interest groups and pressure groups in Indian politics. Interest groups. താൽപര്യ ഗ്രൂപ്പുകൾ ഗവൺമെന്റിന്റെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നു. വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് വികസ്വര രാജ്യങ്ങളിലും അവികസിത രാജ്യങ്ങളിലും താൽപര്യ ഗ്രൂപ്പുകൾ വളരെ അധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇവിടെ താൽപര്യ ഗ്രൂപ്പുകൾ രാഷ്ട്രീയത്തിൽ സമ്മർദ്ദം ചെലുത്താൻ നിരന്തരം ശ്രമിക്കുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെ മുന്നിലെത്തിക്കുകയും ഗവൺമെന്റിന് കൊണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കുകയും ചെയ്യുന്നു. പ്രഷർ ഗ്രൂപ്പ്സ്. നിയമനിർമ്മാണസഭയിൽ സമ്മർദ്ദ ഗ്രൂപ്പുകൾ അവരുടെ ആളുകളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രകടനപത്രിക തയ്യാറാക്കുന്നതിലും മറ്റും രാഷ്ട്രീയ പാർട്ടികളെ സഹായിക്കുന്നു. കാര്യനിർവഹണ വിഭാഗത്തിലും സ്വന്തം ആളുകളെ കൊണ്ടുവരാൻ സമ്മർദ്ദ ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നു. സ്വന്തം താൽപര്യം സംരക്ഷിക്കാനായി ഉദ്യോഗസ്ഥ വിഭാഗത്തെ സ്വാധീനിക്കാനും സമ്മർദ്ദ ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നു. നീതിന്യായ വ്യവസ്ഥയിൽ പോലും സ്വാധീനം ഉറപ്പിക്കാൻ സമ്മർദ്ദ ഗ്രൂപ്പുകൾക്ക് കഴിയുന്നുണ്ട്. സമ്മർദ്ദ ഗ്രൂപ്പുകൾ നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ലെങ്കിലും പരോക്ഷമായി ഇടപെട്ട് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നു. ഇതിനായി തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് നൽകിയും വോട്ട് വാഗ്ദാനം ചെയ്തും അവർ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നു. 8. What are the types of interest groups? 1. Institutional interest groups. പ്രൊഫഷനായി ജോലി ചെയ്യുന്നവർ ചേർന്ന ഔപചാരിക സംഘടനകൾ ആണിത്. 2. Economic interest groups. സമൂഹത്തിൽ നിന്നും രാഷ്ട്രീയ വ്യവസ്ഥയിലേക്ക് പെട്ടെന്ന് കടന്നുകയറുന്ന ഗ്രൂപ്പുകളാണ്. 3. Associational interest groups. ഔപചാരികമായി സംഘടിപ്പിക്കപ്പെട്ട സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളാണ് ഇവ. 9. Describe the role of caste in Indian politics. ഇന്ത്യൻ സമൂഹത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് ജാതി. ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജാതിയും ജാതി സംഘടനകളും പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. ജാതി അതിലെ അംഗങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ രാഷ്ട്രീയത്തിലും ഭരണത്തിലും ഇടപെടുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവരുടെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുമ്പോഴും ജാതി സമവാക്യങ്ങൾ നോക്കുന്നു. ഗവൺമെന്റ് രൂപീകരണത്തിൽ മന്ത്രിമാരെ തെരഞ്ഞെടുക്കുമ്പോഴും വകുപ്പുകൾ വിഭജിച്ചു നൽകുമ്പോഴും ജാതിയും ജാതി സമവാക്യങ്ങളും നോക്കുന്നു. ഓരോ ജാതിയുടെയും വോട്ടുകൾ സ്വന്തമാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ മത്സരിക്കുന്നു. ജനാധിപത്യത്തിൽ എല്ലാവരും തുല്യരാണ്. എന്നാൽ ജാതി വ്യവസ്ഥയിൽ ഒരു വ്യക്തിയുടെ സമൂഹത്തിലുള്ള സ്ഥാനം നിർണയിക്കുന്നത് ജന്മം കൊണ്ടാണ്. ഇവിടെ ഉയർന്ന ജാതിക്കാർക്ക് മതമേഖലയിലും സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളിലും ചില പ്രത്യേക അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജാതി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ പരസ്പരം ബന്ധം നിലനിൽക്കുകയും അവ തമ്മിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ട്. 10. Define characteristics of pressure groups. 1. പ്രത്യേക താൽപര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. 2. രാഷ്ട്രീയ പാർട്ടിയുമായുള്ള ബന്ധത്തിന്റെ അഭാവം. 3. രാഷ്ട്രീയ പാർട്ടികൾ സ്പോൺസർ ചെയ്യുന്ന സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ സാന്നിധ്യം. 4. സമ്മർദ്ദ ഗ്രൂപ്പുകൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നു. 5. ഇന്ത്യയിലെ സമ്മർദ്ദ ഗ്രൂപ്പുകൾ ആധുനികവും പരമ്പരാഗതവുമായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. 6. ജാതി മതം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള സമ്മർദ്ദ ഗ്രൂപ്പുകൾ ഇന്ത്യയിലുണ്ട്. 7. സമ്മർദ്ദ ഗ്രൂപ്പുകൾ താൽക്കാലിക സ്വഭാവമുള്ളതാണ്.